സ്റ്റാൻസ 8 പറയണത് കുട്ടികൾക്ക് ഒരു നേച്ചുറൽ വിസ്ഡം ഉണ്ട്. അവർ ഭയങ്കര ക്ലോസ് ആണ്, ദൈവത്തിനോട് ക്ലോസ് ആണ്. അവർ എറ്റേണൽ ട്രൂത്ത്സ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അവർക്ക്. അങ്ങനെ കുട്ടികളെ ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഒബ്ജക്റ്റായിട്ട് അങ്ങനെ പറയാണ്. Thou, whose exterior semblance doth belie thy soul's immensity. അതായത് thou എന്ന് പറയുന്നത് യു, ലിറ്റിൽ ചൈൽഡ്, ആ കുട്ടി ലിറ്റിൽ ചൈൽഡിനെ പറയാണ് ഹൂസ് എക്സ്റ്റീരിയർ സെംബ്ലൻസ്, അവരുടെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ്, അതായത് അവരുടെ ബോഡി, അവരുടെ സ്മോൾ ബോഡി ഡത്ത് ബിലൈ, അത് ബിലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു കുഞ്ഞു ബോഡിക്ക് അവരുടെ ആ ഒരു വാസ്റ്റ്നെസ് ഓഫ് ദെയർ സോൾ, അത് ഇമ്മെൻസിറ്റി ഓഫ് ദെയർ സോൾ, അതിനെ കാണിക്കാനുള്ള കഴിവ് കാണിക്കാൻ പറ്റില്ല എന്ന്. അതായത് അവരുടെ കുഞ്ഞു ബോഡിയാണല്ലോ, കുഞ്ഞു ബോഡി അത്ര സ്മോളാണ്, പക്ഷേ അവരുടെ സോളിൻ്റെ ഇമ്മെൻസിറ്റി അത്രയും വാസ്റ്റാണെന്നാണ് പറയുന്നത്. ദൗ ഹൂസ് എക്സ്റ്റീരിയർ സെംബ്ലൻസ് ഡോത്ത് ബിലൈ ദൈ സോൾസ് ഇമ്മെൻസിറ്റി. ബോഡി അത് എക്സ്പ്രസ് ചെയ്യണില്ല, അത് കാണിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞു ബോഡിയിൽ അവരുടെ ആ ഒരു ഡിവൈനിറ്റി കാണിക്കാൻ പറ്റുന്നില്ല. ദൗ ബെസ്റ്റ് ഫിലോസഫർ ഹൂ യെറ്റ് ഡോത്ത് കീപ് ദൈ ഹെറിറ്റേജ് ദൗ ഐ എമംഗ് ദ ബ്ലൈൻഡ്. ബെസ്റ്റ് ഫിലോസഫർ എന്ന് വിളിക്കുന്നത് കുട്ടീനെയാണ്. യു, അതായത് ലിറ്റിൽ ചൈൽഡ്, യു വൈസസ്റ്റ് ഓഫ് സ്കോളേഴ്സ്, അത്രയും ബെസ്റ്റ് ഫിലോസഫറാണ്. ഹു സ്റ്റിൽ ഹാസ് എ കണക്ഷൻ ടു ഹെവൻ, ഇപ്പോഴും നിനക്ക് ഹു യെറ്റ് ഡോത്ത് കീപ്പ്, ഇപ്പോഴും നീ ഡസ് കീപ്പ്, ഇപ്പോഴും നീ കീപ്പ് ചെയ്യുന്നുണ്ട്. ദൈ ഹെറിറ്റേജ്, നിൻ്റെ ഹെറിറ്റേജ്, അതായത് ഹെറിറ്റേജ് ടു, അതായത് കണക്ഷൻ ടു ഹെവൻ. Thou I among the blind, who can still see what adults are blind to. Who's I among the blind. ബ്ലൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അഡൾട്ടിന് ഇപ്പോഴും കാണാൻ പറ്റാത്ത ആ നന്മകളും ഇതും കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞു കുട്ടികൾക്ക് പറ്റുന്നുണ്ട്. That deaf and silent readest the eternal deep, haunted forever by the eternal mind. അതായത് നീ സൈലൻ്റ്ലി നോക്കുമ്പോൾ, ആസ് യു സൈലൻ്റ്ലി ലുക്ക് ഇൻ ടു ദ ഡീപ്പ് മിസ്റ്ററീസ് ഓൾ അറൗണ്ട് യു, ഓൾവേസ് ഷാഡോഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഗോഡ്. നീ എപ്പോഴും ഡെഫ് ആൻഡ് സൈലൻ്റ് അങ്ങനെയുള്ള ആ ചുറ്റും നീ നോക്കുമ്പോൾ നിനക്ക് റീഡസ് ദ എറ്റേണൽ ഡീപ്പ്, നിനക്ക് ആ സൈലൻ്റ് ആയിട്ടുള്ള ഡെഫായിട്ടുള്ള ചുറ്റിനും സറൗണ്ടിങ്സിൽ നിനക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ എറ്റേണൽ ഡെപ്ത് ദൈവത്തിൻ്റെ. ഹോണ്ടഡ് ഫോർ എവർ ബൈ ദി എറ്റേണൽ മൈൻഡ്, അതായത് ഗോഡ് ഷാഡോ ചെയ്യുന്ന ആ ഒരു പ്രസൻസ് നിനക്ക് എപ്പോഴും റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുട്ടികൾക്ക് ദൈവത്തിനെ കാണാമെന്ന് പറയണ പോലെ അങ്ങനെ. മൈറ്റി പ്രൊഫറ്റ് സീർ ബ്ലെസ്ഡ്, യു പവർഫുൾ പ്രൊഫറ്റ് എന്ന് പറയുമ്പോൾ ട്രൂത്ത് ടെല്ലർ, യു ഹോളി സീർ ബ്ലെസ്ഡ്, അതായത് സന്യാസി പോലെ പ്രൊഫറ്റ്. അപ്പോൾ അങ്ങനെ അപ്പോൾ മൈറ്റി പ്രൊഫറ്റ് എന്ന് വിളിക്കുന്നതും സീർ ബ്ലെസ്ഡ് എന്ന് വിളിക്കുന്നതൊക്കെ കുട്ടീനെയാണ്, ചൈൽഡിനെയാണ്. ഓൺ ഹൂം ദോസ് ട്രൂത്ത്സ് ഡു റെസ്റ്റ് which we are toiling all our lives to find, in darkness lost, the darkness of the grave. പറയാണ് ഓൺ ഹൂം, നീ ഒരു മൈറ്റി പ്രൊഫറ്റാണ്. ഓൺ ഹൂം ദോസ് ട്രൂത്ത്സ് ഡു റെസ്റ്റ്, നിന്നിലാണ് ആ സത്യങ്ങളൊക്കെ റെസ്റ്റ് ചെയ്യണേ. യു ക്യാൻ സീ എവറിത്തിങ് ദാറ്റ് വി അഡൾട്ട് സ്പെൻഡ് അവർ ഹോൾ ലൈഫ്സ് ട്രൈങ് ടു ഫൈൻഡ്, നമ്മൾ നമ്മുടെ ഈ ജീവിതം മുഴുവൻ വിച്ച് വി ആർ ടോയിലിംഗ് ഓൾ അവർ ലൈഫ്സ് ടു ഫൈൻഡ്, കണ്ടെത്താൻ പോണ സത്യം, അതായത് ദൈവം എന്നുള്ളൊരിത്, അത് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. ഇൻ ഡാർക്ക്നെസ് ലോസ്റ്റ്, ദ ഡാർക്ക്നെസ് ഓഫ് ദി ഗ്രേവ്, ഓൺലി ടു ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ ഡാർക്ക്നെസ് ദാറ്റ് ഇസ് ലൈക്ക് ഡെത്ത്. നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പോയിട്ട് സ്പിരിച്വാലിറ്റി ഇതൊക്കെ ഫൈൻഡ് ചെയ്യാൻ പോയിട്ട് അവസാനം നമ്മൾ ഗ്രേവിലാണ് അവസാനിക്കുന്നത്. അങ്ങനെ മരണം വരെ നമ്മൾ മീൻസ് അഡൾട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ട്. യു ക്യാൻ സീ എവറിത്തിങ് that we adults spend our whole lives trying to find, only to get lost in a darkness that is like death. മരണം വരെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പക്ഷേ കുട്ടികൾക്കത് പറ്റുന്നുണ്ട്. Thou over whom thy immortality broods like a day, a master over a slave. Thou, but you who are still so closely connected to your soul's origin. അതായത് ഇമ്മോർട്ടാലിറ്റി ആയിട്ട്, സോൾസ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇമ്മോർട്ടാലിറ്റി ആയിട്ട് നീ ഇപ്പോഴും കണക്റ്റഡ് ആണ്. ഹോവേഴ്സ് ഓവർ യു ലൈക്ക് ദ സൺ ഓർ ലൈക്ക് എ മാസ്റ്റർ ഓവർ എ സെർവൻറ്റ്. ആ കണക്ഷൻ നിന്നെല്ലാം എപ്പോഴും ഇങ്ങനെ ബ്രൂഡ് ചെയ്യുന്നുണ്ട്.
ഒരു ഡേ എന്ന് പറയുമ്പോൾ ഫുൾ സണ്ണ് നമ്മുടെ മുകളിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അതുപോലെ ഒരു സെർവൻ്റ് എന്ന് പറയുമ്പോൾ ഒരു മാസ്റ്റർ എപ്പോഴും അതിൻ്റെ മുകളിലുണ്ട്. അങ്ങനെ പോലെ നിൻ്റെ മുകളിൽ എപ്പോഴും ആ ഒരു ഇമോർട്ടാലിറ്റി എന്ന് പറയുന്നത്, ആ കണക്ഷൻ ടു ദ സോൾ അതെപ്പോഴും ഉണ്ടെന്ന്. എ പ്രസൻസ് വിച്ച് ഇസ് നോട്ട് ടു ബി പുട്ട് ബൈ, എ മൈറ്റി പ്രസൻസ് ദാറ്റ് ക്യാൻ not to be put by, cannot be ignored. Thou little child, yet glorious in the might of heaven born, freedom on thy being's height. Thou little child, you little child, still glowing with the power that heaven shines down into your soul. അതായത് ഇപ്പോഴും നിനക്ക് ആ ഗ്ലോറിയസ് ലൈറ്റ് ഉണ്ട്. ഇൻ ദ മൈറ്റ് ഓഫ് ഹെവൻ ബോൺ ഫ്രീഡം, ആ ഹെവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു മൈറ്റി ലൈറ്റ് ഇപ്പോഴും ഓൺ ദൈ ബീയിങ്സ് ഹൈറ്റ് ഡൗൺ ടു യുവർ സോൾ, എപ്പോഴും അത് നിന്നിൽ പ്രസൻ്റ് ആണ്. വൈ വിത്ത് സച്ച് ഏർണസ്റ്റ് പെയിൻസ് ഡത്ത് ദൗ പ്രൊവോക്ക് ദ ഇയേഴ്സ് ടു ബ്രിങ് ദ ഇനെവിറ്റബിൾ യോക്ക്. അതായത് വൈ ഓൺ എർത്ത് ഡു യു സോ പ്ലേ ഓൾ ദീസ് ഗെയിംസ് അബൌട്ട് അഡൾട്ട്ഹുഡ്. ഇതൊക്കെ ഉണ്ടായിട്ട് നീ എന്തിനാണ് ഈ അഡൾട്ട്ഹുഡിനെ ഇമിറ്റേറ്റ് ചെയ്യണത്? റഷിങ് ടു ഗ്രോ അപ്പ് ആൻഡ് ലൂസ് ഓൾ ദാറ്റ് യു ഹാവ് നൗ. നീ എന്തിനാണ് ഇത്ര തിരക്ക് പിടിക്കുന്നത് വലുതാവാൻ? അഡൾട്ട്ഹുഡിലേക്ക് പോയിട്ട് നിൻ്റെ ഇപ്പം ഉള്ള നൈർമല്യവും ഈ ഹെവൻലി ലൈറ്റൊക്കെ കളയാൻ നീ എന്തിനാണ് ഇങ്ങനെ തിരക്ക് പിടിക്കുന്നത്? ദ ഇയേഴ്സ് ടു ബ്രിങ് ദ ഇനെവിറ്റബിൾ യോക്ക്. Then thus blindly with thy blessedness at strife. അതായത് why do you all this unwitting harm to your sacred good fortune? ഇപ്പം നിനക്കുള്ള ആ ബ്ലെസ്സഡ്നെസ്, ആ സീക്രഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെന്തിനാണ് നീ why do you do all this unwittingly, അൺവിറ്റിംഗ് ആയിട്ടുള്ള ബ്ലൈൻഡായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നീ എന്തിനാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫുൾ, ആ കുട്ടിയോട് ചോദിക്കുന്നത് എന്തിനാണ് വലുതാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഫുൾ സൂൺ ദൈ സോൾ ഷാൽ ഹാവ് ഹെർ എർത്ത് ഫ്രൈറ്റ്. അതായത് യുവർ സോൾ വിൽ ബി വെയ്ഡ് ഡൗൺ. നിൻ്റെ സോൾ വെയ് ചെയ്യുക വിത്ത് എവറി ഡേ എർത്ത്ലി തിങ്സ് സൂൺ ഇനഫ് ആൻഡ് കസ്റ്റം ലൈ അപ്പോൺ ദീ വിത്ത് എ വെയ്റ്റ് ഹെവി ആസ് ഫ്രോസ്റ്റ് ആൻഡ് ഡീപ്പ് ഓൾമോസ്റ്റ് ആസ് ലൈഫ്. അതായത് and custom എന്ന് പറഞ്ഞാൽ habit will crush you like a heavy icy frost getting deeper every day you are alive. അതായത് എന്തായാലും നീ ഹാബിച്വലി, അതായത് കസ്റ്റം ആ ഒരു ഫ്ലോയിൽ നീ എന്തായാലും അങ്ങനെ ആ ഒരു വെയിറ്റ് നിനക്ക് ബെയർ ചെയ്യേണ്ടി വരും. അതായത് സ്ലോലി നീ ആ അഡൾട്ട്ഹുഡിൻ്റെ യങ്ങായിട്ട് അഡൾട്ട്ഹുഡായിട്ട് ആ സംഭവങ്ങൾ, ആ എന്താണ് ചാബല്യങ്ങളൊക്കെ എടുത്തെടുത്ത് ഹെവി ആയിട്ട് നീ ഒരിക്കലും എന്തായാലും ആ ഒരു അവസ്ഥയിലെത്തും. ഹാബിറ്റ് വിൽ ക്രഷ് യു ലൈക്ക് എ ഹെവി ഐസി ഫ്രോസ്റ്റ് ഗെറ്റിംഗ് ഡീപ്പർ എവറി ഡേ യു ആർ അലൈവ്. നീ ജീവിക്കുന്നതോറും ഓരോ സ്റ്റെപ്പിൽ നീ അങ്ങനെ നിൻ്റെ ഇതൊക്കെ ഹെവൻലി ലൈറ്റൊക്കെ ലോസ് ചെയ്തിട്ട് അങ്ങനെ പോവും. ആ ഹെവി വെയിറ്റ് നിനക്ക് എടുക്കേണ്ടി വരും. പക്ഷെ ഇപ്പം എന്തിനാണ് നീ തിരക്ക് കൂട്ടണത് എന്ന് കുട്ടിയോട് ചോദിക്കുകയാണ്. സ്റ്റാൻസ 9 പറയണത് നമ്മുടെ ആ ചെറുപ്പത്തിലുള്ള ആ ഒരു സ്പിരിച്വാലിറ്റിയും ആ ഇലുമിനേഷനൊക്കെ കുറച്ചിങ്ങനെ റിമെയിൻ ചെയ്യുന്നുണ്ട് നമ്മളിൽ. അത് നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇനി 9th stanza, ഓ ജോയ് ദാറ്റ് ഇൻ അവർ എംബേഴ്സ് ഇസ് സംതിങ് ദാറ്റ് ഡോത്ത് ലിവ്. അതായത് ദാറ്റ് ഗുഡ്നെസ് ദാറ്റ് ഇൻ ദ ബേൺ ഡൗൺ റെമനൻസ് ഓഫ് അവർ ഫോർമൽ ചൈൽഡ്ഹുഡ് വിഷൻ സം ലിറ്റിൽ സ്പാർക്ക് സ്റ്റിൽ ഗ്ലോസ്. അതായത് ആ ജോയ് ദാറ്റ് ഇൻ അവർ എംബേഴ്സ്, ലാസ്റ്റ് വരുന്ന കനലുകളിൽ ഇസ് സംതിങ് ദാറ്റ് ഡോത്ത് ഇല്ല, കുറച്ച് ആ സ്പാർക്ക് ഇപ്പോഴും ചൈൽഡ്ഹുഡിൻ്റെ സ്പാർക്ക് ഇപ്പോഴും നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. ദാറ്റ് നേച്ചർ യെറ്റ് റിമെമ്പേഴ്സ് വാട്ട് വാസ് സോ ഫ്യൂജിറ്റീവ്. ആ ബ്യൂട്ടിയാണ് അലൗസ് അസ് ടു റിമെമ്പർ ദോസ് ഫ്ലീറ്റിംഗ് മൊമെൻറ്റ്സ് ഓഫ് ഗ്ലോറി. The thought of our past years in me doth breed perpetual benediction. അതായത് തിങ്കിങ് ബാക്ക് ഓൺ ദ തോട്ട് ഓഫ് ദ പാസ്റ്റ് ഇയേഴ്സ്, അതായത് തിങ്കിങ് ബാക്ക് ഓൺ മൈ ചൈൽഡ്ഹുഡ് മേക്സ് മീ ഫീൽ കോൺസ്റ്റൻ്റ്ലി ബ്ലെസ്ഡ്. അതായത് എപ്പോഴും എനിക്കൊരു ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യണം ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ. നോട്ട് ഇൻഡീഡ് ഫോർ ദാറ്റ് വിച്ച് ഇസ് മോസ്റ്റ് വർത്തി ടു ബി ബ്ലെസ്ഡ്. അതായത് ആൻഡ് നോട്ട് ജസ്റ്റ് ഫോർ ദോസ് ഗുഡ് ആൻഡ് വർത്തി ക്വാളിറ്റീസ് ലൈക്ക് ഫൺ ആൻഡ് ഫ്രീഡം ദാറ്റ് മാർക്ക് അവർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. നമ്മൾ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇതിപ്പോൾ യങ്സ്റ്ററിൽ എത്തിയിട്ടാന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിൽ നമ്മൾ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ആ കുസൃതിയും കളികളും ചിരികളും മാത്രമല്ല, not indeed for that which is most worthy to be blessed,
ഡിലൈറ്റ് ആൻഡ് ലിബർട്ടി, ദ സിമ്പിൾ ക്രീഡ് ഓഫ് ചൈൽഡ്ഹുഡ്. അത് സിമ്പിൾ ആ കളിച്ചിരി മാത്രമല്ല, വെദർ ബിസി ഓർ അറ്റ് റെസ്റ്റ്, ആ ഒരു ഡിലൈറ്റും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിത്ത് ന്യൂ ഫ്ലെഡ്ജ്ഡ് ഹോപ്പ് സ്റ്റിൽ ഫ്ലട്ടറിങ് ഇൻ ഹിസ് ബ്രസ്റ്റ്. അതായത് ആ ചൈൽഡ്ഹുഡിൻ്റെ ഒപ്റ്റിമിസം, ആ ഒരു ഹോപ്പ്, ന്യൂ ഫ്ലെഡ്ജ്ഡ് ഹോപ്പ് സ്റ്റിൽ ഫ്ലട്ടറിങ് ഇൻ ഹിസ് ബ്രസ്റ്റ്. അവൻ്റെ നെഞ്ചിൽ ഇപ്പോഴും ആ ഒരു ന്യൂ ഫ്ലെഡ്ജ്ഡ് ഹോപ്പ് ഉണ്ട്, ആ ചൈൽഡ്ഹുഡിൻ്റെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ഹോപ്പ് അതിപ്പോഴും നമ്മളിലുണ്ട്. നോട്ട് ഫോർ ദീസ് ഐ റേസ് ദ സോങ് ഓഫ് താങ്ക്സ് ആൻഡ് പ്രൈസ്. നോ, ഇറ്റ്സ് നോട്ട് ദീസ് ഫീലിങ്സ് ഫോർ വിച്ച് ഐ സിങ് മൈ സോങ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഫീലിംഗ് കൊണ്ടല്ല ഞാനിപ്പോൾ ഈ സോങ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പാടുന്നത്. നോട്ട് ഫോർ ദീസ് ഐ റേസ് ദ സോങ് ഓഫ് താങ്ക്സ് ആൻഡ് പ്രൈസ്. ബട്ട് പിന്നെന്തിനാണ്, ബട്ട് ഫോർ ദോസ് ഒബ്സ്റ്റിനേറ്റ് ക്വസ്റ്റനിങ്സ് ഓഫ് സെൻസ് ആൻഡ് ഔട്ട്വേർഡ് തിങ്സ്. പക്ഷെ ഞാൻ ഈ സോങ് ഇപ്പോൾ പാടുന്നത്, സോങ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പാടുന്നത്, ബട്ട് ഫോർ ദ വേ ഐ വൺസ് stubbornly questioned the everyday world, for those obstinate questioning of sense and outward things. Falling from us, vanishings, for the sense I had of certain falling away and disappearing. പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളോടുണ്ടായിരുന്ന എൻ്റെ കുറേ ചോദ്യങ്ങൾക്കാണ്. ബ്ലാങ്ക് മിസ്ഗിവിങ്സ് ഓഫ് എ ക്രീച്ചർ, അതായത് ഫോർ ദ വേ ദാറ്റ് ആസ് എ ചൈൽഡ് ഐ കുഡ് സ്റ്റിൽ സീ ബിയോണ്ട് ദ എവറി ഡേ ആൻഡ് വാക്ക് ഇൻ എ വേൾഡ് ഓഫ് മിസ്റ്ററീസ്. ഇപ്പോഴും എനിക്കങ്ങനെ കാണാനുള്ള പവർ